ഹായ് അസ്സലാമലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ, റാഹത്തല്ലേ? അൽഹംദുലില്ലാ, നമുക്ക് ഒരുവിധം സുഖമാണ് കേട്ടോ. നമ്മളെ വീഡിയോയിലേക്ക് കടക്കില്ല. നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. ആദ്യമൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിക്കുകയാണെങ്കിൽ മക്കളെ വീഡിയോ 2000 ആളൊക്കെ കാണലുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ കാണാൻ നാളില്ല കേട്ടോ. വീഡിയോ ഇടാണ്ട് നോക്കുന്നവരെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. 10-20 ദിവസം പോലെ നമ്മൾ വീഡിയോ ഇടാണ്ട് നിന്ന് നോക്കുന്നവരെ നമ്മളെല്ലാവരോടും മറന്നു പോയി തോന്നുന്നുണ്ടല്ലേ. ആരും മറക്കലിട്ടോ മക്കളെ. നമ്മൾ വീഡിയോ കാര്യം പിന്നെയും വന്നിക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. ഇതുവരെ കിട്ടിയ സപ്പോർട്ടിന് നന്ദിയുണ്ട്. ഇനി മുന്നോട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ നമ്മൾ വീഡിയോയിലേക്ക് അടുക്കല്ലേ. നമ്മൾ കുറച്ച് പത്തിരി ഉണ്ടാക്കണം കേട്ടോ. 10-25 പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടി കുഴച്ചെങ്ങാൻ ഉരുട്ടി വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ പരത്തി ഇങ്ങനെ ചുട്ടെടുക്കണം. ബീഫ് കറി ഉണ്ടാക്കണം. ഞാൻ പരത്താൻ കഴിയുമ്പോൾ എൻ്റെ ജനുവാവ് വന്നെങ്ങാനും ഓന് പരത്തണമുള്ള പരാതി. അങ്ങനെ ഒരു പരാതി എടുത്ത് തീർക്കട്ടെ. ഞാൻ ഒറ്റ കൈ കൊണ്ട് ഒന്നും അമർത്തി തന്നാട്ടോ. കാര്യമായിട്ടൊന്നും അമർത്തിയില്ല. ഒരു കൈക്ക് കെട്ടും പ്ലാസ്റ്ററൊക്കെ ആണല്ലോ. എന്നാലും ഓല് വാശി ഇടിച്ചിക്കാണ് കച്ചറ ഉണ്ടാക്കുന്നേക്കാണെന്നല്ല ഓല പറയുമ്പോൾ ഒന്ന് കേട്ടിക്കാണെങ്കിൽ അതും കൊണ്ടുപോലെ അങ്ങ് പോകും. അല്ലാണ്ട് നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ അത് തീരുന്ന വരെ അതിൻ്റെ അടുത്ത് കൂടി വിളിച്ച് ഉറഞ്ഞ് കളിക്കും. പിന്നെ വെറുതെ ഓലെ കൊണ്ട് ഈറടിപ്പിക്കേണ്ടല്ലോ. മക്കളല്ലേ, പൈതങ്ങളല്ലേ, എന്നെ കൊണ്ട് ഓല് പറയുമ്പോൾ നമ്മൾ കേട്ടിക്കാണെങ്കിൽ പ്രശ്നമല്ലല്ലോ. അല്ലെങ്കിൽ വല്യമ്മമാരോട് കളിക്കുമ്പോൾ ഉമ്മമാരുടെ അടുത്ത് നിന്ന് കളിക്കൂല മക്കൾ. ഉമ്മമാരുടെ അടുത്തൊക്കെ പോയിക്കാണ് ഒരു വേഗം ചീത്ത അറിയുക അടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. വല്യമ്മമാരായി ചെയ്യൂലോ, ഒരു തൂക്കി കൊണ്ടെടുക്കുമല്ലോ. അങ്ങനെ ഞാൻ പത്തിരിയൊക്കെ പരത്തിച്ചുട്ട് തീരാനായ പണവും പറഞ്ഞേക്ക് കുഞ്ഞിപ്പത്തിരി കണ്ടീനും വെച്ച്. അങ്ങനെ ഇതിപ്പോൾ ചട്ടിയിൽ ഇട്ട് നോക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ കുഞ്ഞിപ്പത്തിരി ആക്കാനും പറ്റില്ലല്ലോ. ഞാൻ ചുട്ട പത്തിരി അടുപ്പത്തിൽ നിന്ന് തന്നെ ഞാൻ നൂൽപ്പിട്ട് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടായിരുന്നു. എന്നോട് വട്ടത്തിൽ മുറിച്ചെടുക്കുക കേട്ടോ. അടയാളം വരുത്തി വെച്ചിട്ടേ ഉള്ളൂ. ചുട്ടെടുത്തിട്ട് ഇങ്ങോട്ട് വിടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എന്നാൽ പിന്നെ അവൻ്റെ അപ്പം ആദ്യം തീരുമല്ലോ. അല്ലാണ്ട് ഇനിയിപ്പോൾ അതിനിപ്പോൾ കച്ചറ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ സുഖമില്ല, നിലവിളിക്കുകയൊന്നുമില്ല കേട്ടോ. അങ്ങനെ കച്ചറ ഉണ്ടാക്കില്ല, പിന്നെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അനുസരിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ വാശിയിരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ പത്തിരിയൊക്കെ ചുട്ട് ഇങ്ങനെ കാസറോളാക്കി വെച്ചേക്കും. ഓന് കുഞ്ഞ് പത്തിരി ആക്കി കൊടുത്തിട്ടോ, കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ. അങ്ങനെ പത്തിരി ചുട്ട് അടുപ്പത്തേക്ക് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനവും കൂടി ഇട്ട് ഇങ്ങനെ കൂട്ടി കുഴച്ച് വെക്കുക കേട്ടോ. എല്ലാ പൊടികളും ഇട്ടിക്കുന്നു, പച്ചക്കറികളും ഒക്കെ ഇട്ടിക്കുന്നു. എണ്ണയൊന്നും പാടുന്നില്ല. അങ്ങനെ കുക്കറിൽ വിസിലടിച്ചിട്ട് പിന്നെ ലാസ്റ്റ് വറവ് ചെയ്യാമല്ലോ വിചാരിച്ചാൽ അങ്ങനെ തീ കൊടുക്കാൻ നോക്കുമ്പോൾ ഗ്യാസ് തീർന്നിക്കുന്നു. സാധാരണ അവിടെ ഗ്യാസ് തീർന്നിക്കുകയാണ് നമ്മൾ ചെരിച്ച് വെച്ചിട്ടാണെങ്കിൽ പിന്നെയും കിട്ടും 2-3 മണിക്കൂറും. ചിലപ്പോൾ രാവിലെ തീർന്നിക്കുക വൈകുന്നേരം വരെയൊക്കെ കിട്ടും. ഇന്ന് നമ്മൾ ചെരിച്ച് ചോക്കുന്നേരം തീരെ കത്തുന്നില്ല, ഒക്കെ ലാസ്റ്റ് ആക്കിയെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ മാറ്റി കുടിക്കാറൊക്കെയാണ് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് റിഫുമോന് പത്തിരി വേണമെന്ന് പറഞ്ഞിട്ട് ഉച്ചക്കത്തെ മീൻ കറിയും കൊടുത്ത് 2 പത്തിരിയും കൊടുത്തിട്ടോ. ഓന് പത്തിരി വേണ്ടിയിട്ടാണ് വേഗം ചുട്ടത്. പനച്ച് തൊള്ളിയൊക്കെ കച്ചൊക്കെ നെയ്റ്റൊക്കെ ഒന്നൊരു സാധനം തിന്നാൻ വേണ്ട, അയറ്റേക്കുന്നില്ല, ടിക്കൊന്നും വേണ്ട. പിന്നെ പത്തിരി വേണമെന്ന് പറയുമ്പോൾ പത്തിരി ഉണ്ടാക്കി കൊടുത്തേക്കണം. 1-2 തിന്നാൻ നമുക്കൊരു സമാധാനമാണല്ലോ. അങ്ങനെ ഓനെ പറഞ്ഞു നല്ലാണ്ട് ഒരു പത്തിരിയോ നിന്നേ കേട്ടോ. മീൻ കറിയും കൂട്ടി ഞാൻ എന്നാലും പത്തിരി നിൽക്കണൊരു സമാധാനമാണല്ലോ. അങ്ങനെ പിന്നെ രാവിലത്തെ കുറച്ച് ദോശൻ്റെ മാവുണ്ട്, അതിനെക്കൊണ്ട് ദോശയും ചുട്ടുകയാണ്. പത്തിരിയും ദോശയും ബീഫ് കറിയാണ് കേട്ടോ. ഇത് നൈസ് ദോശ ഒന്നല്ല, അല്ല കട്ടിക്കുട്ടി ദോശയാണ്. ദോശയൊക്കെ കൂട്ടാൻ ഉച്ചക്ക് വെച്ച പച്ചക്കറിയും ഉണ്ട് കേട്ടോ. വേഗം പണി തീർക്കാൻ വേണ്ടി 2 അടുപ്പമ്മൽ 2 ചട്ടി വെച്ച് ഇങ്ങനെയൊക്കെ ചുട്ടെടുക്കുകയാണ്. എന്നാൽ പിന്നെ വേഗമായി കിട്ടി. ഇപ്പോൾ ചൂടാണ് മക്കളെ, ഭയങ്കര ചൂടാണ്. അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയൂല, അത്രയ്ക്ക് ചൂടാണ്. പിന്നെ അടുക്കളയിൽ AC ആണെങ്കിൽ കേട് നോക്കി നന്നാക്കി കൊണ്ടുപോയി വെച്ച് നോക്കുന്നതിന് പിന്നെ വർക്കായില്ല, പിന്നെ ഒരു കൊണ്ടുപോയി. ഇപ്പോൾ നന്നാക്കിയപ്പോഴാണ് കൊണ്ടുവരാൻ ഒന്നും അറിയില്ല. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ചുട്ട് തീർന്നിക്കുന്നത്. ഇതുവരെ ഞങ്ങൾ കണ്ട വീഡിയോ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഇനി അങ്ങോട്ടുള്ളത് ജൂൺ 5-ാം തീയതി എടുത്ത വീഡിയോ കേട്ടോ. അന്ന് റിഫുമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് നമുക്ക് വീഡിയോ എടുത്തിട്ട് മക്കളെ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനുള്ള ഒന്നൊന്നുമില്ലായിരുന്നു. പിന്നെ വിവാഹത്തിന് തല പൊന്തി ചോല കൂടുന്ന പോയതിന് ഒരു പോരി എന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരം പോയി ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് പിന്നെ രാത്രി ഫുഡ് കഴിക്കാനും കേക്ക് വാങ്ങി മുറിക്കാനെല്ലാം കൂടെ പോയതിന് കേട്ടോ. ഒക്കെ പുറത്തുനിന്ന് ചെയ്ത്. ഇതൊക്കെ രാത്രി കേക്ക് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അവിടെ കയറിയപ്പോൾ നമ്മൾ കാണാത്തേറ്റാലും കണ്ടേറ്റാലൊക്കെ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നപ്പോൾ അത് കണ്ടപ്പോൾ വീഡിയോ എന്നിട്ട് നിങ്ങൾക്കും കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇവിടുന്ന് കേക്ക് വാങ്ങിയിട്ട് ഇവിടുന്ന് കട്ട് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് കേട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടുന്ന് കേക്ക് കട്ട് ചെയ്ത് പിന്നെ അവിടെ ഉള്ളവർക്കും കൊടുത്ത് ഞങ്ങളും കഴിച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ചാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ചെറിയൊരു കേക്ക് വാങ്ങിയുമ്പോൾ പേരും എഴുതിച്ച് പിന്നെ പുരയിലേക്ക് കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഞങ്ങൾ എന്നാണല്ലോ കഴിക്കാനും കട്ട് ചെയ്യാനൊക്കെ ഉള്ളത്. പിന്നെ അതിനൊക്കെ നല്ല അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യുകയും കഴിക്കുകയും ഫുഡ് കഴിക്കുകയെല്ലാം കൂടി ചെയ്യാമെന്ന് പറഞ്ഞ് അത് ചെറിയൊരു കേക്കൊക്കെ കേട്ടോ വാങ്ങി. പിന്നെ നമ്മൾ വലിയ ആർഭാടങ്ങളാക്കിയൊന്നും കഴിച്ചിട്ടായിട്ടൊന്നുമില്ല, അങ്ങനെ നമ്മൾ കഴിക്കലുമില്ല. അങ്ങനെ ഞാൻ ജൂൺ 5-ലേക്ക് റിഫുമോൻ 7 വയസ്സ് പൂർത്തിയായിട്ടോ. റിഫുമോൻ ജനിച്ച ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ് കേട്ടോ. അന്ന് ജൂൺ 5 റമദാൻ മാസം കഴിഞ്ഞിട്ട് റമദാൻ മാസത്തിലെ മോനെ പ്രസവിച്ചത്. അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് 7 വയസ്സോനെ പൂർത്തിയതിന് മുന്നോട്ട് ആരോഗ്യത്തിലുള്ള ദീർഘായുസ്സിന് അള്ളോനെ കൊടുക്കട്ടെ. അതിനുവേണ്ടി എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. അതുകൊണ്ട് എല്ലാവർക്കും കേട്ടോ, എല്ലാ മക്കൾക്കും നമ്മൾ റിഫുമോനുള്ള പ്രത്യേകം എടുത്ത് പറഞ്ഞ വെച്ചാൽ അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞതിന്. അവൻ്റെ ബർത്ത്ഡേൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിനെക്കൊണ്ടാണ് റിഫുമോൻ്റെ കാര്യം ഞാൻ എടുത്തൊന്ന് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ മക്കൾക്കും എല്ലാ മാതാപിതാക്കൾക്കും ആരോഗ്യത്തിലുള്ള ആയുസ്സിന് നല്ല തരട്ടെ. അതിന് പ്രത്യേകം എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. അങ്ങനെ കാക്കയും വാവയും കൂടി കേക്കൊക്കെ മുറിക്കാട്ടോ. അവരുടെ സന്തോഷം കണ്ടോ നിങ്ങൾ? ഇതൊക്കെ അല്ലേ നമ്മളെ സന്തോഷമല്ലേ? മക്കളുടെ സന്തോഷങ്ങളാണ് നമ്മളെ മാതാപിതാക്കളുടെ സന്തോഷങ്ങളും.
രണ്ടാൾക്കും എന്നൊക്കെ പാൻറ്റും കുപ്പായൊക്കെ വാങ്ങിക്കിട്ടോ. രണ്ടാളും ഒട്ടിക്കുന്നത് തരും. അവൻ്റെ കഴുത്തിൽ മാലയൊക്കെ ഉണ്ട്, കൈമ പ്ലാസ്റ്ററൊക്കെ ഉണ്ട്. എന്നാലും ഓന് ഹാപ്പിയാണ് കേട്ടോ. കാക്കൻ്റെ ബർത്ത്ഡേ ആണല്ലോ. പിന്നാണെങ്കിൽ കേക്ക് കണ്ട സന്തോഷമുണ്ട് കേട്ടോ. കേക്കിനൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ്. നല്ലോണം തിന്നുകയും ചെയ്യും കേക്ക്. നാട്ടിൽ നിന്ന് മുത്ത് കേക്കൊക്കെ ഉണ്ടാക്കലുണ്ടായി കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഓർഡറൊക്കെ എടുത്തിട്ട് കൊടുക്കലും ആക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വല്ല ബർത്ത്ഡേക്കും മുമ്പത്തെ ബർത്ത്ഡേക്കൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്തതായിരുന്നു. പിന്നെ കേക്കിൻ്റെ പണിയൊക്കെ കുറേശ്ശെ നിർത്തിക്കാൻ, പിന്നെ പറ്റങ്ങില്ലാണ്ടാക്കിക്കാൻ. പിന്നെ ഇവിടെ വന്ന് കുറേ നിന്ന്, പിന്നെ നാട്ടിൽ വന്ന് മക്കളെ ചേർത്തി സ്കൂളിൽ പറഞ്ഞേക്കലായി. പിന്നെ അവളോട് പഠിക്കാൻ പോകലായി, കല്യാണമായി. അങ്ങനെ എല്ലാം കൂടി തിരക്കിലങ്ങായിപ്പോയി. പിന്നെ കേക്കിൻ്റെ പരിപാടിയൊന്നുമില്ല. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യലായി കേട്ടോ. കേക്കിൻ്റെ എല്ലാ കുന്ത്രാണ്ടങ്ങളും പോലെ ഇരുണ്ടോളൂ ഇവിടെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വാങ്ങിയുണ്ട്, നല്ലോണം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, കല്യാണമായി എന്ന് പറഞ്ഞാൽ ആരതാണ്? മുത്തുവിൻ്റെ കല്യാണം കഴിഞ്ഞാലുള്ള കഥ അല്ലേ ഇപ്പോൾ അറിയുന്നതെന്നുള്ളത്. മുത്തുവിൻ്റെ കല്യാണത്തിൻ്റെ അല്ല കേട്ടോ പറഞ്ഞ, മുന്നൂൻ്റെ കല്യാണത്തിൻ്റെ ആണ്. ഓള് ഇവിടുന്ന് വരാനുള്ള ടൈമൊന്നുമില്ല. അതൊക്കെ കേട്ടോ പറഞ്ഞത്. അങ്ങനെ കേക്ക് ഇതാ ഉപ്പയും ഉമ്മയും എല്ലാം കൂടി കട്ട് ചെയ്ത്, പിന്നെ വല്യമ്മയും കട്ട് ചെയ്ത് വാരി എല്ലാം കൂടി എടുത്ത് തിന്നാണ്. എല്ലാവരും ആട്ടും ഇങ്ങോട്ടൊക്കെ തിന്നാൻ കൊടുക്കാൻ തിന്നിക്കലും ഒക്കെ ആയി. ഉപ്പച്ചി പറഞ്ഞില്ല, ഉപ്പച്ചി കേക്ക് കട്ട് ചെയ്യുമ്പോഴേക്ക് വരില്ലാന്ന് പറഞ്ഞു. ഉപ്പച്ചി വരാനുള്ള ടൈമായില്ല, ഫുഡ് കഴിക്കാൻ അവൾക്ക് ഉപ്പച്ചി വരാമെന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് പിന്നെ കടയിലുള്ളവർക്കും കൊടുത്തിട്ടോ. പിന്നാണെങ്കിൽ ജനുവാവക്ക് കേക്കൊന്നും കത്തിയോണ്ട് കട്ട് ചെയ്യാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. കേക്ക് നല്ല മധുരമുള്ള സാധനമല്ലേ. കേക്കിനേക്കാൾ ഇഷ്ടം ഇനിമേലുള്ള ക്രീം ആയിക്കും. അത് മധുരമുള്ള എല്ലാ സാധനം കൊണ്ട് അങ്ങനെ വാഴ്ത്തുന്നതിനൊക്കെ ഇഷ്ടമാണല്ലോ. ഇങ്ങനത്തെ സാധനമൊക്കെ അവർ നല്ലോണം തിന്നുകയും ചെയ്യുമല്ലോ. ഏത് മക്കൾക്കായാലും ഇങ്ങനത്തെ സാധനത്തിനോടൊക്കെ വലിയ താല്പര്യമായിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ നമ്മളെ കേക്ക് മുറിയും കേക്ക് ഇന്നലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫുഡിന് ഓർഡർ ചെയ്തിരുന്നു. അതൊക്കെ കിട്ടിയേക്ക് കേട്ടോ. നമ്മൾ കുബൂസും റോസ്റ്റേനും ഓർഡർ ചെയ്ത് എല്ലാം കിട്ടി അങ്ങനെ കഴിക്കുകയാണ്. കാക്കയും വന്ന് നിൽക്കുന്നത്. ഒന്ന് പനിച്ചിരുന്ന ടൈമാണ് കേട്ടോ. അങ്ങനത്തെ എന്തെങ്കിലും ഫുഡൊക്കെ കിട്ടിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ തിന്നോക്കെ. അതുകൊണ്ട് പുരയിലേക്ക് മന്തിയൊക്കെ വാങ്ങിക്കിട്ടുമെന്നൊക്കെയാണെങ്കിൽ കുറേശ്ശെ അതും തിന്നതിനും. പുരയിൽ വെക്കുന്ന ഫുഡായിട്ട് തിരയെ വേണ്ടാത്ത കഞ്ഞിയും ചോറൊന്നും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ മന്തിയൊക്കെ പുരയിലേക്ക് വാങ്ങിക്കൊണ്ടുവച്ച് തിന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് പുറത്ത് പോയി മന്തി കഴിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെയെങ്കിലും ഇത്തിരി എന്തെങ്കിലും പള്ളിയിലെത്തട്ടെ വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നത്. അല്ലാണ്ട് പുരയിൽ വെച്ചൊരു സാധനവും രാവിലെ വെക്കുന്നതും വേണ്ട, ഉച്ചയ്ക്ക് വെക്കുന്നതും വേണ്ട, രാത്രി വെക്കുന്നതും വേണ്ട, ഒരു സാധനവും വേണ്ടായിരുന്നു. പച്ചവെള്ളം വരെ കുടിച്ചിട്ട് എന്തോ ഒരു മരിച്ച് ജയിച്ചോണാണ് ഇപ്പം വന്ന് കേട്ടോ. പനി അനിച്ച് നോക്കുന്നതിന് മുത്തുപ്പ് അതേ കളി കളിക്കുകയാണ്. പനിച്ചിട്ട് 2 വട്ടപ്പോളെ കൊണ്ടുപോയി ഞാൻ ഗ്ലൂക്കോസേറ്റി മരുന്നേറ്റിയൊക്കെ കൊണ്ടുവന്നാണ്. എന്നിട്ട് ഒക്കെ നേരെ നിൽക്കാനോ എണീച്ച് കുത്തിരിക്കാനോ ഒക്കെ കഴിയുന്നില്ല. ഓക്കാനിക്കുകയും ചെയ്യുക, തളർങ്ങുകയും ചെയ്യുക, പനിക്കുകയും ചെയ്യുക. ഒരാഴ്ച എല്ലാം കൂടി കളി ഉണ്ടാവും ഡോക്ടർ പറഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ ഏതായാലും മറ്റല്ലെങ്കിലും ഒന്നുകൂടെ കൊണ്ടുപോയി വെക്കണമെന്ന് വിചാരിക്കുകയാണ്. ഇത് ഞങ്ങൾ മോൻ്റെ കൈ കാണിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോയിന് കേട്ടോ. അന്നപ്പോൾ എടുത്ത വീഡിയോസാണ്. നമ്മൾ ചൈന മാർക്കറ്റിൽ കയറിയതാണ് കേട്ടോ. സോഹാലൊരു ചൈന മാർക്കറ്റ് ഉണ്ട്, അവിടെ കയറി അങ്ങനെ വീഡിയോസൊക്കെ എടുത്താട്ടോ. അന്ന് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ അന്നില്ലായിരുന്നു, ലീവായിരുന്നു. ഞങ്ങൾ ഡോക്ടറെ വിളിച്ചൊന്നും നോക്കാണ്ടായും പോയിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഞായറാഴ്ച അന്ന് ലീവല്ലേ. ഒരുവിധം ഡോക്ടർമാരൊന്നും ഞായറാഴ്ച ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ വെള്ളിയാഴ്ച ലീവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ തിങ്കളാഴ്ച നന്നായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോണ്. അന്ന് എക്സ്റേ എടുത്ത് ഡോക്ടറെ കാണിക്കുകയും ചെയ്ത്. ഡോക്ടർ പറഞ്ഞ് നല്ലോണം റെഡി ആയിട്ടൊന്നുമില്ല, ഇതിനേക്ക് നമുക്ക് പ്ലാസ്റ്റർ വെട്ടാം, 3 മാസം കഴിയൊന്നും റെഡിയായി കിട്ടാനെന്നൊക്കെ പറഞ്ഞ്. പിന്നെ എമ്പിച്ച് മക്കളല്ലേ, വലിയൊരു ശ്രദ്ധിക്കുമ്പോഴൊന്നും മക്കൾ ശ്രദ്ധിക്കുകയില്ലല്ലോ. ഓലിക്കിപ്പം കളിക്കേണ്ട ശ്രദ്ധ എല്ലാം ഉണ്ടാവും. ഇനിയൊന്നും ഇല്ലാണ്ടൊക്കെ ഇട്ടതല്ലേ, ഇവനങ്ങ് സുഖമായി കിട്ടട്ടെ. എൻ്റെ വോയിസിൻ്റെ കൂടെ എന്തോ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവില്ലേ. ഈ റൂമിലൊന്നും ഇപ്പോൾ എസിയും ഫാനൊന്നും ഇടാണ്ട് കുത്തിരുന്നൂടെ മക്കളെ, അത്രയ്ക്ക് ചൂടാണ്. എന്നിട്ട് ഞാൻ ഫാനിൻ്റെ സൗണ്ട് എന്തോ ഒരു സൗണ്ടായതിനെക്കൊണ്ട് ഞാൻ ഫാൻ ഓഫാക്കി എ സി ഇട്ടതാണ്. അതിൻ്റെ സൗണ്ടാട്ടോ നിങ്ങൾ കേൾക്കുന്നത്. നാട്ടിലിപ്പോൾ നല്ല സുഖമാണല്ലേ, നല്ല മഴയും നല്ല കാലാവസ്ഥയും നല്ല തണുപ്പും പൊത്തും പൊച്ചും മൂടിക്കെടുക്കാൻ നല്ലൊരു സുഖമാണല്ലോ അല്ലേ. നാട്ടിലേക്ക് വരികയാണെങ്കിൽ സമയത്തൊക്കെ വരണം, ഇവിടെ തണുപ്പ് ഇടുമ്പോഴേക്കും ഇങ്ങോട്ടും പോരണം. ഇങ്ങനത്തെ കാണട്ടോ മക്കളെ നമ്മളെ വിശേഷങ്ങൾ. അന്നും നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചാണ് പുരയിലേക്ക് പോകുന്നത്. പുരയിലേക്ക് വന്നിട്ട് ആർക്കും പുരയിലത്തെ ഫുഡൊന്നും വേണ്ട. ഇങ്ങനെ മന്തി കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ കയറി നോക്കത്തരം മന്തി അവിടെ ഇല്ല, ബിരിയാണിയാണുള്ളത്. പിന്നെ മജ്ബൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ അൽഫാമും ബിരിയാണിയും മജ്ബൂസും ഒക്കെ കഴിച്ച് ഞങ്ങൾ പള്ളർച്ച് പോകുന്നു കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന വോയിസ് കൊടുക്കുന്നതൊക്കെ ഞാൻ വ്യാഴ്ച രാത്രി, ഇന്ന് വ്യാഴ്ചയാണ് കേട്ടോ, 12 മണിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ജനുവാ വന്ന് 11 മുഷാക്കി വേണമെങ്കിൽ ഇപ്പോൾ മുഷാക്കി ഉണ്ടോ നിൽക്കുന്നത്. അങ്ങനെ പോയി നോക്കുമ്പോൾ മുഷാക്കി ഉണ്ടോ നിൽക്കുക. അങ്ങനെ അതും പോയി കഴിച്ച് അതിൻ്റെ ഇടയിൽ പത്തിരിയും ബീഫ് കറിയൊക്കെ ആവും കഴിച്ചു കിട്ടോ. ആ കഴിച്ച് റൂമിൽ നിന്ന് പുറത്ത് നമ്മൾ കാക്കയും വന്നിട്ടുണ്ടോ. കാക്ക വരുമ്പോൾ ചോക്കോബാർ ഉണ്ടോ നോക്കുക. അങ്ങനെ അതും കഴിച്ച് ഇങ്ങനെ എടുക്കും തലക്കൊക്കെ എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടു തന്നിട്ടാണെങ്കിൽ ഒരു സുഖമാണല്ലോ അല്ലേ. ഇങ്ങനെ എന്തെങ്കിലും തിന്നാൻ കിട്ടണമെങ്കിലൊക്കെ അവിടെ വന്ന് നിൽക്കണം മക്കളെ. നുണയ്ക്കാൻ കിട്ടോ, തിന്നാനില്ലായിട്ടൊന്നല്ല പറയുന്നത്. ഇങ്ങനെ നുണയ്ക്കാൻ കിട്ടുമെന്നൊക്കെ പറയുകയല്ലേ.
എനിക്കങ്ങനെ കിട്ടാൻ ഇഷ്ടവുമാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടി തിന്നാനൊക്കെ ഒരു പൂതിയാണ്. ഇങ്ങനെ കാക്കാണെങ്കിലും കയറി വരുമ്പോൾ എന്തെങ്കിലും കൂടെ തന്നിക്കുകയാണെങ്കിൽ മക്കൾ അതിയാണ് ഞാനും കാത്തുക്കൊക്കെ ചെയ്യും. നാട്ടിൽ ജോലി വന്നിക്കുകയാണെങ്കിൽ 1-2 മാസമല്ലേ ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കും പുറത്ത് പോകുക, പിന്നെ ഒരുമിച്ചാണ് കയറി വരികയും ചെയ്യുക. നമ്മൾ പൊരേ കുത്തിരിക്കും പോലും ഇങ്ങനെ കുണ്ടത്തരുമ്പോൾ ഒരു സുഖമാണല്ലോ. പിന്നെ നമ്മൾ പുറത്ത് ഇങ്ങനെ വാങ്ങി തിന്നുമ്പോൾ ഈ കുണ്ടത്തിനൊരു സുഖമായിട്ട് കിട്ടിയില്ല. ഇങ്ങനെ ചോക്കോബാറൊക്കെ പൊരത്തിയപ്പോൾ 2 കഷ്ണമാക്കി, അതിനെക്കൊണ്ട് കവറും കോലും ഒരുമിച്ച് പിടിച്ച് തിന്നണം. ഇവിടെ ഇപ്പോൾ കാരക്കൻ്റെ സീസണായിട്ടോ മക്കളെ. കാരക്കത്തെ മൂത്ത് വെക്കാനൊക്കെ ആക്കുന്നത്. ഈ കാരക്ക തിന്നാൽ നല്ല ടേസ്റ്റാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും നാളെ കാണട്ടെ. എല്ലാവരും ദുആ ചെയ്യ്.